ഒരു കണക്കിന് നോക്കിയാ നിങ്ങൾക്ക് കുടുംബത്തോടെ ഭ്രാന്ത. വള്ളംകളിക്ക് ചുണ്ടൻ വാങ്ങാനായി ഇത്രയും വരുമാനം ഉണ്ടായിരുന്ന ഏലത്തോട്ടം വിൽക്കുക. അത് ബാലയം തന്നെ അറിയാൻ മേലാഞ്ഞിട്ടാ. സ്ഥിരമായിട്ട് കളിക്കിറങ്ങുന്നൊരു ചുണ്ടൻ ഒരു തവണ മത്സരത്തിന് നീറ്റിലിറങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ കുട്ടനാട്ടുകാരുടെ നോട്ടത്തിൽ ആ കുടുംബം ക്ഷയിച്ച് ഗതിയില്ലാണ്ടായി എന്നർത്ഥം. വണ്ടമേട്ടി കിടക്കണ ഏലത്തോട്ടം പറ്റി ആരും അറിയില്ല. പക്ഷേ കുട്ടനാട്ടി കളി തോറ്റ ലോകം മുഴുവൻ അറിയും. കൊച്ചു അമരത്തിൽ നിൽക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. ഒന്ന് കാണണം. നിനക്കിന്ന് പഠിത്തമില്ലായിരുന്നോ? ഇല്ലായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ സാറുമാർക്കൊരു മനസ്സമാനം കൊടുക്കണ്ടേ? ബാലേന്ദ്രൻ ആളെ മനസ്സിലായോ? നിനക്കോടി നിങ്ങൾ തമ്മിൽ ചില ഉരസലുകൾ നടന്നിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. ഓടിക്കൂടെ? അയ്യോ വണ്ടമേട്ടിലെ കൊച്ചു ജീവനും കൊണ്ട് ഓടി. ആ പോയ പെങ്കൊച്ചെന്റെ ആരാന്നറിയോ ബാലേന്ദ്രന്? എന്റെ പെങ്ങളാ. എന്റെ അച്ഛൻ എന്റെ അമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ തറവാട്ട് പോയ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അമ്പലപ്പുഴക്കാർ ഒരു ടീച്ചറായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. ബന്ധം എന്ന് പറഞ്ഞാൽ അവരവസാനം ഒളിച്ചോടാൻ വരെ തീരുമാനിച്ചത്. വിവരം അറിഞ്ഞ വല്യച്ഛൻ ടീച്ചറെ കൊണ്ട് നിർബന്ധിച്ച് അവധി എടുപ്പിച്ച് നാട് പിടിച്ചു. എന്നിട്ട് അച്ഛൻ്റെ കല്യാണം നടത്തി. പിന്നെ ഞാൻ ജനിച്ച് 2 വർഷം കഴിഞ്ഞ് ടീച്ചർ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു. പിന്നെ അവരുടെ ബന്ധം പണ്ടത്തേൻ്റെ പിന്നത്തതായി. ഇപ്പൊ പോയി ഇന്ദുവിനെ ഗർഭം ധരിച്ചതോടെ പ്രശ്നം ഗുരുതരമായി. പിന്നെ ആത്മഹത്യാശ്രമം. ചെയ്തു പോയ തെറ്റിന് മാപ്പ് പറഞ്ഞ് വല്യച്ഛൻ ടീച്ചറുടെ കാല് പിടിച്ച് വേറൊരു കല്യാണത്തിന് സമ്മതിപ്പിച്ചു. അന്ന് വീടും കുടിയൊന്നുമില്ലാതെ തറവാട്ടുപോയ അമ്പലത്തിൽ രാമായണം വായനയും ഭജനപ്പാട്ടുമായിട്ട് കഴിഞ്ഞ കൂനന്താനത്തുകാരൻ ഒരു നായരെ കൊണ്ട് ടീച്ചറെ കല്യാണം കഴിപ്പിച്ചു. ഈ കൂനന്താന നേർക്ക് ഇതൊക്കെ അറിയാവോ? പിന്നെ അച്ഛൻ്റെ പ്രേമകാലത്ത് സഹായി നായരായിരുന്നില്ലേ? ആട്ടെ, കൊച്ചുകുഞ്ഞിന്റെ അമ്മയുടെ നിലപാട്? ഈ ഇന്ദു ഉണ്ടായ കഥ അറിഞ്ഞതിന് ശേഷം നാളിതുവരെ അച്ഛനോട് സംസാരിച്ചിട്ടില്ല. എതിർത്തും അനുകൂലിച്ചും വെറുത്തും ഒന്നും. നാട്ടിലെല്ലാവർക്കും ഈ കഥ അറിയാം. പക്ഷേ ആരും അറിഞ്ഞതായി നടിക്കാറില്ല. അത് ഈ ആഴ്ചപ്പതിപ്പിലെ നീണ്ട കഥ പോലെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്താണോ നായരെ അത്യാവശ്യമായിട്ട് ആലപ്പുഴയ്ക്ക് പോകാണ്ടെന്ന് പറയുന്നത് കേട്ടു. തിരുവല്ലായിന്ന് നാരായണന്റെ നായരുടെ ഒരു കത്ത് വന്നു. അയാൾക്ക് ഈ മാസം ഒരു ഓപ്പറേഷന് തിരുവനന്തപുരത്ത് കുറച്ച് കാശ് വേണം. അവരുടെയൊക്കെ ധാരണ എന്റെ കയ്യിൽ പണം ഇങ്ങനെ അടുക്കി വെച്ചിരിക്കാന്ന. ഹാർട്ട് ഓപ്പറേഷന്റെ കാര്യമായതുകൊണ്ട് ഇങ്ങനെ ഇല്ലാന്ന് പറയാ. ഭാമയുടെ കഴുത്തിൽ കിടന്നൊരു മാല കൊണ്ടുപോയി വിൽക്കാന്ന് വെച്ചു. അവരെത്രയാ ചോദിക്കുന്നേ? 75,000. ഒറ്റയടിക്ക് മാലയും കമ്മലും വളിയും ഒക്കെ കൂടെ കൊണ്ടുവച്ചാൽ ഭാമയ്ക്ക് എന്തു തോന്നും? തേങ്ങക്കാരന് എത്ര തരാനുണ്ട്? അതൊരു 25,000-ൽ കൂടില്ല. ആധാരം പടയം വെച്ചെടുത്തു കുറച്ച് കാശോടെ ചോദിച്ചു. എന്തായാലും കടവായി, തന്റെ കാര്യങ്ങൾ തിരക്കട്ടെ. ഭാമയുടെ മാലയും വളയൊന്നും വിൽക്കാൻ നിൽക്കട്ടെ. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ കുറെ തരാനുണ്ട്. അതിന്റെ കൂടെ പിന്നെയും താൻ കണക്ക് പറയാ. എന്റെ മുരളിയേട്ടാ വേണ്ട കേട്ടോ, ആൾക്കാർ വരുന്ന വഴിയാ. അതിനെന്താ, അവിടെ നിൽക്കുവച്ചേ. ശരി, വരുന്നില്ലെങ്കിൽ വേണ്ട. ഒരു 5 മിനിറ്റ് സംസാരിച്ചെന്ന് വെച്ച് ആകാശമൊന്നും ഇടിഞ്ഞു വീടില്ലല്ലോ. മുരളിയേട്ടാ അത് കളിക്കല്ലേ കേട്ടോ. ആരെങ്കിലും കണ്ട് കൊച്ചുകുഞ്ഞേട്ടനോട് എങ്ങാനും പറഞ്ഞാൽ എന്നെ തുണ്ടും ആക്കും. ഉഷ ചേച്ചിയോട് ഞാൻ എന്തോരം കള്ളം പറഞ്ഞിട്ടാ പോന്നിരിക്കണെന്നറിയോ? എന്നായാലും ഈ കൊച്ചുഞ്ഞേട്ടന് ഉഷ ചേച്ചിയൊക്കെ അറിയണ്ടല്ലേ. പിന്നെ പറഞ്ഞാലെന്താ? എനിക്കിതൊക്കെ ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അതാ മുരളിയേട്ടാ ഞാൻ പറഞ്ഞ നമുക്കിതൊന്നും വേണ്ടെന്ന്. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കാര്യം വളരെ ഗൗരവമായിട്ട് ഒരിടത്തിന് ആലോചിക്കാം. വാ കേറ്. എവിടേക്ക്? ഒരു ഹോട്ടലിൽ കയറി മുറിയൊക്കെ എടുത്ത് ഒരു കാപ്പിയൊക്കെ കുടിച്ച് അവിടെ നിന്ന് സ്വസ്ഥമായിട്ട് ആലോചിക്കാം. എന്താ? അയ്യടാ നല്ല ബുദ്ധി. ഈശ്വര, ഇനി ആദ്യം കരയിലൊക്കെ പോയി പറഞ്ഞു നടക്കും. എനിക്ക് വയ്യ, എനിക്ക് പേടിയാവുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ അവന് വേറെ ജോലിയൊന്നുമില്ല. ഇടി നീ കിടന്ന് ബഹളി പിടിക്കാതെ ഞാൻ പോയി അവനൊന്ന് കുപ്പിയിൽ ഇറക്കിട്ട് പോരാ. എടാ നീ എന്ത് വർത്താനായി പറയുന്നത്? എന്റെ അച്ഛനെയും കുടുംബക്കാരെയും തല്ലാൻ താറുമ്പാച്ച നടക്കുന്നതിന്റെ പെങ്ങളെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കുന്നു. എല്ലാവരും ചുറ്റിക്കളി. ഒരു കാര്യം ഞാൻ പറയാം. തമാശ കളിച്ച് എല്ലേ കയറി പിടിക്കരുത്. വെച്ച് താമസിപ്പിക്കാതെ മുതലെടുത്ത് മുങ്ങിക്കോണം. ഒരു ദിവസം കടപ്പുറം കാണാനെന്നും പറഞ്ഞ് വിളിച്ച് ഏതെങ്കിലും ഹോട്ടലിൽ കൊണ്ടുപോയിക്കോ.
തിരുവല്ലയിൽ എൻ്റെ സുഹൃത്തിന് ഒരു ഹോട്ടലുണ്ട്. ഞാൻ പറഞ്ഞെല്ലാം ശരിയായി തരാം. വരട്ടെ, പറയാം. ഇപ്പൊ അത്തട്ടായിട്ടില്ല, വളഞ്ഞു വരുന്നേ ഉള്ളൂ ഉത്തമ. ദേ, കരയിൽ പോയി ആരോടും പറയുന്ന നാട്ടിക്കല്ലേ. ഏയ്, എൻ്റെ വായിന്ന് പോയി ആരും അറിയില്ല. എന്നാ പിന്നെ ഓരോന്നും പറയട്ടെ. പോരട്ടെ, ഒരു നല്ല കാര്യത്തിന്റെ ചെലവല്ലേ. അത്രയ്ക്ക് അങ്ങോട്ട് നോക്കാനൊന്നും ഇല്ലെന്നേ. കഴിഞ്ഞ കൊല്ലം കളിക്കിറക്കിയതാ. പിന്നെ അളിയന്മാരുടെ നിർബന്ധം കൊണ്ടാ കൊടുത്തേക്കാന്ന് വെച്ചത്. മൂത്ത പെങ്ങള് അമ്മിണിയുടെ വീതത്തിലായി ചുണ്ടൻ. അവള് ഗൾഫിൽ നിന്ന് 3 കത്ത് എഴുതി. വള്ളം വിറ്റ് കാശ് ബാങ്കിലിടുന്നും പറഞ്ഞു. അവർക്കാർക്കും വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്നാ പറയാനാ? ഒരു മിനിക്ക് മണിക്ക് കയറ്റേണ്ടി വരും. കഴിഞ്ഞ വർഷം ഇത് കളിക്കിറക്കില്ലേ? പിന്നെ ഉത്രട്ടാതി വള്ളം കളിക്കേ ഒരു തുഴപ്പാടിന് ആ 2ാം സ്ഥാനം പോയത്. വറീച്ചൻ വള്ളത്തിന്റെ വർണ്ണന നിർത്തി പറഞ്ഞ വിലയിൽ എത്ര താക്കൂന്ന് പറ. അത് ഞാൻ പറഞ്ഞില്ലേ, 8 രൂപയിന്ന് ഒരു പൈസ താക്കൂല. ശരി, 8 8. അഡ്വാൻസ് 50,000. ബാക്കി വെള്ളം കൊണ്ടുപോകാൻ നേരത്ത് വാക്കാണോ? ഗീവർഗീസിന് ഒറ്റ വാക്കാ. അഡ്വാൻസ് കൊടുക്കാം. ഇതിപ്പോ വേലിയെ കടന്നതിനടുത്ത് വേണ്ടാത്രത്ത് വെച്ചു എന്ന് പറഞ്ഞ പോലായി. നമ്മൾ വള്ളം ഇറക്കുമെന്ന് ആവേശത്തിലങ്ങ് പറഞ്ഞു. അവന്മാരെങ്ങാനും ജയിച്ചാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ എന്താടാ ഒന്നും ഉണ്ടായിരിക്കുന്നേ? അതിനിപ്പോ ഞാനെന്താ പറയുക? അവര് വള്ളം ഇറക്കിയാ ജയിക്കും. ജയിച്ചാ നമ്മൾ നാറും. അവര് വള്ളം ഇറക്കിയില്ലെങ്കിലോ? അല്ല, അതിപ്പോ നമ്മൾ ഇവിടെ തീരുമാനിച്ചാൽ മതിയോ? മതി. നമ്മൾ തീരുമാനിക്കണം, നടപ്പിൽ വരുത്തണം. ഇത് ഞാനാ പറയുന്നത്. ഇത്തവണ കച്ചിലയിടത്തുകാർ വള്ളം ഇറക്കില്ല. കബഡി 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 കൊച്ചുഞ്ഞേ, ഒന്നീ വന്നേ. ആ ഇടത്തുവാക്കാരൻ മാപ്പിള വെള്ളം വെക്കുന്നില്ലെന്ന് അയാളെ അഡ്വാൻസ് തിരിച്ചു കൊടുത്തു വിട്ടില്ല. അഡ്വാൻസ് വാങ്ങിച്ചിട്ട് കാശ് തിരിച്ചു കൊടുക്കേ, അതിവിടെ ന്യായമാ? ഇതിലെന്തോ കളിയുണ്ട്. നിങ്ങൾ വെപ്രാളപ്പെടാതെ അറിയിച്ചാ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? അല്ല പറയതേ, നിങ്ങൾ എന്നാത്തിനായി പേടിക്കുന്നത്? ഇങ്ങോട്ട് നോക്കിയേ. നിങ്ങളുടെ വെള്ളം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കൊടുക്കും, അല്ലാതെ എന്തോന്നാ? അല്ല പിന്നെ കച്ചിലയെടുത്തുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച അഡ്വാൻസ് തിരിച്ചു കൊടുത്തില്ലേ? ആ. അല്ലെങ്കിൽ തന്നെ അഡ്വാൻസ് വാങ്ങിച്ചതിന് രേഖയൊന്നുമില്ലല്ലോ. ഇല്ല, രേഖയൊന്നുമില്ല. പക്ഷെ എന്തിനും പോരുന്ന ഒരു തല തിരിഞ്ഞ ചെറുക്കനാ കൊച്ചുഞ്ഞ്. അല്ലേ, ഞങ്ങള് എന്തിനും പോരുന്നവരാ പറയിച്ചാ? പിന്നെ അല്ലേ? അല്ല, അവര് വരികയാണെങ്കിൽ വരണ്ട നേരം കഴിഞ്ഞു. ഞാൻ ഇച്ചിരി ഉള്ളിട്ട് വരാം. ഞങ്ങള് ബാക്കി കാശ് ഒന്ന് വെള്ളം കൊണ്ടുവരാൻ വന്നതാ. വ്യാഴാഴ്ച എന്നുള്ളത് 2 ദിവസം നേരത്തെ ആട്ടെന്ന് വെച്ചു. എന്താ പ്രശ്നമല്ലോ ഉണ്ടോ? അതിന് നിങ്ങൾ തന്ന അഡ്വാൻസ് കാശ് ഞാൻ തിരിച്ചു കൊടുത്തേച്ചല്ലോ, കിട്ടിയില്ലേ? അതെന്തൊരു തന്തയില്ലാത്തൊരാടോ. കച്ചവടം ഉറപ്പിച്ച് അഡ്വാൻസ് വാങ്ങിച്ചിട്ട് കാശ് തിരിച്ചു കൊടുത്തേക്കാ. എനിക്ക് നിങ്ങൾ തരുന്ന വിലയേക്കാൾ കൂടുതൽ തരാൻ ആള് വന്നപ്പോ അവർക്ക് കൊടുക്കാന്ന് വെച്ചു. എന്താ 50,000 രൂപ ഇട്ടേ കഴിക്കോ? ഇങ്ങനെയാണെങ്കിൽ തന്റെ കെട്ടിച്ചു വിട്ട പെങ്ങന്മാരെ ആദ്യം കൊടുത്ത സ്ത്രീധനത്തിൽ താത്താരെങ്കിലും കെട്ടാന്ന് പറഞ്ഞാൽ താൻ തിരിച്ചു വിളിച്ചോണ്ട് ഒന്ന് കെട്ടിച്ചു കൊടുക്കണോ? ഇങ്ങോട്ട് മാറിക്കേ. താനെന്താ ഗുണ്ടായിസം കാണിച്ച് ആളെ പഠിപ്പിക്കുക? മതിയടാ മതി, കൂടുതൽ ഭർത്താനൊന്നും പറയണ്ട. കമലാസന, നീ ഗീവറീസിന്റെ ബാക്കി കാശ് കൊടു. വള്ളം ഞങ്ങൾ കൊണ്ടുപോകും. കൊച്ചുഞ്ഞേ, വള്ളം വാങ്ങിച്ചത് ഞങ്ങളാ. ഈ നാടായ നാട്ടിൽ ആർക്കെങ്കിലും ചുണ്ടൻ വെള്ളം വിൽക്കാനുണ്ടെങ്കിൽ അത് ഞാൻ വാങ്ങിച്ചിരിക്കും. എടോ എരപ്പേ, ഒറ്റ ശ്വാസത്തിൽ തനിക്കിത് പറയാൻ ധൈര്യം വേണമെന്നുണ്ടെങ്കിൽ ഈ പിണ്ണാക്കുമാടന്മാര് കാളാമുണ്ടം പോലെ ഇതുപോലെ പുറകെ നിൽക്കണം. എനിക്കത് വേണ്ട. ഇനി തല്ലാനോ ഇടിക്കാനോ കുത്താനോ ആണെങ്കിൽ താൻ എനിക്ക് പറ്റിയ തരപ്പടിയല്ല. തല്ലിയാ തിരിച്ചെല്ലാം കെൽപ്പുള്ളവനെ കൊച്ചു കുഞ്ഞു തല്ലു. ആണത്തമുള്ളവനാണെങ്കിൽ വള്ളം ഇറക്കുന്ന കാര്യത്തിൽ വാശി കാണിക്കേ, അല്ലാതെ വെറുതെ മസിൽ പിടിച്ച് പേടിപ്പിക്കാതെ പൊന്നു കൊച്ചു കുഞ്ഞേ. കാണിക്കാം, കാണിക്കൂടോ. ഒത്തിട്ടാതി വള്ളംകളി എന്നൊരു വള്ളംകളി പുന്നമടക്കാലി നടക്കുകയാണെങ്കിൽ മത്സരത്തിന് തച്ചിലടത്തി ഉടനും കാണുമെന്ന് മാത്രമല്ല, തന്റെയും തന്റെ സിൽബന്ധികളുടെയും വള്ളത്തിന് 3 വള്ളപ്പാട് മുന്നിൽ തച്ചിലടത്തി ഉണ്ടൻ 1ാം സ്ഥാനത്ത് വരും. ഇല്ലെങ്കിലുണ്ടല്ലോ, ഞാൻ പാതി മീശയും പിടിച്ച് തലയെ മുട്ടയടിച്ച് കളിസ്ഥലത്തൂടെ പാട്ടയും കൂട്ടി നടക്കും. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ തന്റെ തല ഞാൻ ചെരയ്ക്കും, അല്ല തെരപ്പിക്കും. ചെരപ്പ് തന്റെ പണിയാണ്. നമുക്ക് കാണാം. എടോ അറിയിച്ച, ഞങ്ങൾ തന്നതിനേക്കാൾ 50,000 രൂപ കൂടുതൽ കിട്ടുമെന്നുള്ള ആക്രാന്തം കൊണ്ടാണല്ലോ താൻ ഈ തരവഴി കാണിച്ചത്. എന്നാ ഇതുകൂടെ ഇരിക്കട്ടെ. തന്റെ തന്തയുടെ ശവം അടക്കുന്ന ചെലവ് എന്റെ വക. ഓണത്തിന്റെ അടുത്ത് കെട്ടിട്ടോ, ചെലവാക്കാതെ വേണം.